വിഷയം സുനാഅത്തുൽ ഖംസ്. സുനാഅത്തുൽ ഖംസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇൽമുൽ മന്തിഖിലെ, സയൻസ് ഓഫ് ലോജിക്കിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു വിജ്ഞാന ശാഖയാണ് സയൻസ് ഓഫ് ലോജിക് അല്ലെങ്കിൽ ഇൽമുൽ മന്തിഖ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നായ സുനാഅത്തുൽ ഖംസ്, ദി 5 സ്കിൽസ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് സുനാഅത്ത്? ചുരുക്കത്തിൽ നമുക്കതിനെ അൽ ഖളായ അല്ലതി യസ്നഉ ബിഹാ സുഗ്റൽ ഖിയാസി വ കുബ്റാഹു. നമുക്കറിയാം, ഖിയാസ് അതിൻ്റെ ഹൈഅത്തിനെയും സൂറത്തിനെയും പരിഗണിച്ച്, അതിൻ്റെ സ്ട്രക്ചറിനെ പരിഗണിച്ച് ഇസ്തിസ്നായിയും ഇഖ്തിറാനിയുമായി മാറുന്നുണ്ട്. സമാനമായിട്ട് മാദ്ദയെ പരിഗണിച്ച്, അതിൻ്റെ സബ്സ്റ്റാൻസിനെ പരിഗണിച്ചുകൊണ്ട് വ്യത്യസ്ത തരങ്ങളായിട്ട് വിഭജിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള 5 ടൈപ്സ് ഓഫ് ഖളിയകളെ കുറിച്ചാണ്, സെന്റൻസുകളെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ഒന്നാമത്തേത് അൽ ബുർഹാൻ, പ്രൂഫ്. അൽ മുഅല്ലഫു ഹുവൽ മുഅല്ലഫു മിനൽ യഖീനിയാതി. തീർച്ചകളിൽ നിന്നാണ് ബുർഹാൻ രൂപപ്പെടുന്നത്. പ്രിമൈസ് ആർ ആക്സിയംസ് ആർ ഓൾറെഡി പ്രൂവൻ ഓർ തിയറംസ്. നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വ്യത്യസ്ത കാറ്റഗറികളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഏത് ഖളിയകൾ ഉപയോഗിച്ചാണോ ഖിയാസ് രൂപപ്പെടുത്തിയെടുക്കുന്നത്, അപ്പോൾ നതീജയും അതിന്റെ കൺക്ലൂഷൻ ഖിയാസിൻ രൂപപ്പെടുത്തിയെടുത്ത ഖളിയയുടെ ബലം അനുസരിച്ചായിരിക്കും അതിന്റെ കൺക്ലൂഷൻ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ബുർഹാനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ബുർഹാൻ നല്ല ഫലമുള്ള, തീർച്ചയുള്ള ഒരു ഖളിയയാണ്. അപ്പോൾ അതിന്റെ കൺക്ലൂഷനിലും ആ തീർച്ചയെ നമുക്ക് കാണാൻ കഴിയും. ബുർഹാൻ തന്നെ വ്യത്യസ്ത കാറ്റഗറികളിലായിട്ട് വരുന്നുണ്ട്. ഒന്നാമത്തേത് അവ്വലിയാത്താണ്. എന്താണ് അവ്വലിയാത്ത്? ഹിയൽ ഖളായൽ ബദീഹിയ. അത് സുവ്യക്തമായ സെന്റൻസുകളാണ്. ആക്സിയംസ് which the mind accepts immediately without the explanation, like whole is greater than the part. നമുക്കധിക വിശദീകരണത്തിന്റെയും ഒന്നും ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന സെന്റൻസുകളായിരിക്കും. അൽ കുല്ലു അഅലമു മിനൽ ജുസ്ഇ എന്ന് പറയുന്നത് പോലെ. അതിന് കൂടുതൽ ആലോചനകളിലേക്കോ ചിന്തകളിലേക്കോ നമുക്ക് ആവശ്യമില്ല. ബുർഹാനിന്റെ രണ്ടാമത്തെ ഇനം എന്ന് പറയുന്നത് ഫിതുരിയാത്താണ്. അതൊരു വാസിത്വ മുഖേനയാണ് നമ്മളതിനെ മനസ്സിലാക്കിയെടുക്കുന്നത്. ഏതാണ് വാസിത്വ? അൽ ഇൻഖിസാമു ബി മുതസാബിയൈനി എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാൻ പറ്റും. ആക്സിയംസ് which the mind accepts after some simple analysis. ഉദാഹരണത്തിന് 4 എന്നത് ഇവനാണ് എന്ന് നമ്മൾ പറയുന്നുണ്ട്, 4 ഇരട്ടയാണ്. അതിപ്പോ നമ്മൾ നിരന്തരം അതിനെ ഉപയോഗിച്ചത് കൊണ്ട് ഒരുപക്ഷെ നമുക്കതിനെ ഒരു ആലോചനകളിലേക്ക് പോവണമെന്ന് നമുക്ക് തോന്നിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഒരു സിമ്പിൾ അനാലിസിസ്, ഒരു വലിയ സംഖ്യയെക്കുറിച്ച് പറയുമ്പോൾ, ഒരു വലിയ ഇരട്ട സംഖ്യയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒറ്റ സംഖ്യയെക്കുറിച്ച് പറയുമ്പോൾ, ഒരു അക്കങ്ങളെ പഠിച്ച് വരുന്ന, അതിനെ പരിചയപ്പെടുന്ന ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ചെറിയൊരു അനാലിസിസിലേക്ക് കടക്കേണ്ടി വരും. മറ്റൊന്നാണ് മുഷാഹദാത്ത്, ആക്സിയംസ് അക്സെപ്റ്റഡ് ബൈ വിർച്യൂ ഓഫ് ദി സെൻസസ്. 2 ഇനങ്ങളാണുള്ളത്. ഒന്ന് ഹിസ്സിയാത്താണ്, മറ്റൊന്ന് വിജ്ദാനിയാത്താണ്. ഹിസ്സിയാത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ്. വിജ്ദാനിയാത്ത് അനുഭവജ്ഞാനം കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, നമുക്ക് വിശപ്പ് അനുഭവപ്പെടുന്നത് പോലെ. ബുർഹാനിലെ മറ്റൊരിനമാണ് തജ്രീബാത്ത്, ആക്സിയംസ് which the mind accepts based on experience. തക്റാറുൽ ഫിഅൽ മുഖേനയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കിയെടുക്കുന്നത്. നിരന്തരമായി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, അതിനെക്കുറിച്ച് മറ്റൊരു ഉറപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു തെളിവിലേക്കോ നമ്മൾ പ്രവേശിക്കാറില്ലല്ലോ. കാരണം അത് നമുക്ക് തീർച്ചയാണ്, അതങ്ങനെ സംഭവിക്കൂ, ഇതിങ്ങനെ നടക്കൂ. തക്റാറുൽ ഫിഅൽ കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ബുർഹാനിലെ മറ്റൊരു ഇനമാണ് മുതവാത്തിറാത്ത് എന്ന് പറയുന്നത്. ആക്സിയംസ് അക്സെപ്റ്റഡ് ബിക്കോസ് their opposing are deemed impossible. നമ്മളതിനെ ലളിതമായിട്ട് ഹിയ ഇഖ്ബാറു ജമാഅ എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാൻ പറ്റും. ഒരു സംഘം പറയാണ്, അതങ്ങനെ തന്നെയാണ്.
അതിന് കളവാകാൻ ഒരു സാധ്യതയുമില്ല. അത് അസാധ്യമാണ് എന്ന് പറയുന്നതിന് അവിടെ ഒരു സാധ്യതയേ ഇല്ല. ആ തരത്തിലുള്ള ബുർഹാനാണ് മുത്തവാത്തിറാത്ത് എന്ന് പറയുന്നത്. സിനാഅത്തുൽ ഖംസിലെ രണ്ടാമത്തെ ഇനമാണ് അൽ ജദലു, ഡിസ്പ്യൂട്ടേഷൻ. ഹുവൽ മുഅല്ലഫു മിനൽ മശ്ഹൂറാത്തി, പ്രചുര പ്രചാരം നേടിയ ഒരു വസ്തുതകൾ ധാരാളം ഉണ്ടാകും. അതിൽ നിന്ന് രൂപപ്പെടുന്നത് നമ്മൾ പറയാണ് കഖൗലിന അൽ അദ്ലു ഹസനുൻ എന്ന് പറയുമ്പോൾ അതിന് നമുക്കൊരു തെളിവിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ അതിലേക്ക് കടക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. കാരണം സാധാരണഗതിയിൽ എല്ലാവർക്കും അറിയുന്ന പ്രചുര പ്രചാരം നേടിയ ഒരു വസ്തുതയാണത്. Premises are widely accepted to be true or accepted for the sake of argument എന്നാണ് ജദലിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. മൂന്നാമത്തെ ഇനമാണ് അൽ ഖതാബ, ഒറേഷൻ. ഹിയൽ മുഅല്ലഫതു മിനൽ മഖബൂലാത്തിൽ മഅഖൂദതി മിമ്മ യുഹ്സിനു ളന്നു ഫീഹി കൽ ഔലിയാ. നമുക്ക് ഉറപ്പുള്ള ഒരു സോഴ്സിൽ നിന്ന് നമുക്ക് വിവരം ലഭിക്കുകയാണ്. ഇപ്പോൾ ഒരു ഔലിയ പറയുന്നത് പോലെ നമ്മളത് വിശ്വസിക്കുന്നു. അപ്പോൾ അത്രമേൽ ഉറപ്പുള്ള ഒരു അതോറിറ്റിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം, അതിനെയാണ് നമ്മൾ ഒറേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. Premises are accepted to be true because they come from a trusted authority. ഒരു ഔലിയ പറയാണ്, നമ്മൾ വിശ്വസിക്കുന്ന ഒരാൾ പറയാണ് അതങ്ങനെയാണ്, ഇതിങ്ങനെയല്ല എന്ന് പറയുമ്പോൾ മറ്റൊരു തെളിവിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നില്ല. അതിനെയാണ് നമ്മൾ ഒറേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. നാലാമത്തെ ഇനമാണ് അശ്ശിഅറു, ഹുവൽ മുഅല്ലഫു മിനൽ മുതഖയ്യലാതി. പ്രൊവോക്കേഷൻ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. നമ്മളിപ്പോൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ച് ആയിരിക്കും അത് എത്രത്തോളം മാധുര്യമുണ്ട് എന്ന് പറയുന്നത്. എനിക്ക് അനുഭവപ്പെടുന്നതായിരിക്കില്ല മറ്റൊരാൾക്ക് അനുഭവപ്പെടുന്നത്, അയാൾക്ക് അനുഭവപ്പെടുന്നതായിരിക്കില്ല മൂന്നാമത് ഒരാൾക്ക് അനുഭവപ്പെടുന്നത്. ആളുകൾക്കനുസരിച്ച് വ്യത്യസ്തമായിട്ട് അതിന് തോന്നിയേക്കാം. നമ്മുടെ ഒരു ഭാവനക്കനുസരിച്ച്, നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്ന ചിന്തകൾക്കനുസരിച്ച് അതിന് വ്യത്യാസം ഉണ്ടാകും. Premises are based on axioms that have been well convinced എന്നാണ് സിലോജിക്സിൽ അല്ലെങ്കിൽ സയൻസ് ഓഫ് ലോജിക്കിൽ നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. സിനാഅത്തുൽ ഖംസിലെ അഞ്ചാമത്തെ ഇനമാണ് ഫാലസി, അൽ മുഗാലത അല്ലെങ്കിൽ അസ്സഫ്സത എന്നൊക്കെ നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഹിയൽ മുഅല്ലഫതു മിനൽ വഹ്മിയാതി, അത് വഹ്മിയാത്തിൽ നിന്നാണ് രൂപപ്പെടുന്നത്. യഖീനിയാത്ത് അവിടെ ഉണ്ടാവുന്നില്ല, ഉണ്ടാവുന്നില്ല, ശക്കും ഉണ്ടാവുന്നില്ല. വഹ്മിയാത്തിൽ നിന്നാണ് അത് രൂപപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഫാലസി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദി 5 സ്കിൽസ് സിനാഅത്തുൽ ഖംസിന്റെ അവസാന ഇനമായിട്ട് നമ്മൾ അതിനെ എണ്ണുന്നത്. കാരണം ബുർഹാൻ കഴിഞ്ഞു ഇങ്ങനെ വരുന്നതിനനുസരിച്ച് നമുക്കതിന്റെ ഫലം കുറഞ്ഞു വരികയാണ്. ആ സെന്റൻസുകൾ ഉണ്ടാവുന്ന സെന്റൻസുകൾക്കുള്ള ഉറപ്പ് കുറഞ്ഞു വരുന്നു. സ്വാഭാവികമായിട്ടും നതീജകൾക്ക്, അതിന്റെ കൺക്ലൂഷനും ആ ഒരു ഫലവും ഉറപ്പൊക്കെ കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. Premises are plausible but deceptive axioms. ഉദാഹരണത്തിന് കുല്ലു മൗജൂദിൻ മുഷാറുൻ ഇലൈഹി. അങ്ങനെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ എല്ലാ വസ്തുക്കളിലേക്കും നമുക്ക് അതിനെ ചൂണ്ടാൻ കഴിയും, അല്ലെങ്കിൽ അതിനെ നമുക്കിങ്ങനെ തൊട്ട് കാണിക്കാൻ കഴിയും എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് തോന്നിയേക്കാം അതങ്ങനെയാണല്ലോ, അവിടെ കാണുന്ന ഒരു വസ്തുവിലേക്ക് നമുക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമല്ലോ എന്ന് തോന്നിയേക്കാം. പക്ഷേ ലോകത്ത് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പുള്ള മുഴുവൻ വസ്തുക്കളിലേക്കും നമുക്കങ്ങനെ ഇഷാറത്തിന് കഴിയുന്നില്ല. അവിടെ ആ വസ്തു ഉണ്ട് എന്നോ ഇവിടെ ഈ വസ്തു ഇല്ല എന്നോ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് സാധ്യമാകണമെന്നില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പാണ്, യഖീനുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആലയെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണ് അഞ്ചാമത്തെ ഖലിയയുടെ ടൈപ്സ് ഓഫ് അഞ്ചാമത്തെ ടൈപ്പിനെ നമ്മൾ മുഗാലത്ത എന്ന്, ഫാലസി എന്ന് വിശേഷിപ്പിക്കുന്നത്. കാരണം അത് വഹ്മിയാത്തിൽ നിന്നാണ് രൂപപ്പെടുന്നത്. ഈ തരത്തിൽ 5 രൂപത്തിലാണ് ഖിയാസിന്റെ ഖലിയകളുടെ ഇനങ്ങളുള്ളത്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന്റെ 5ാമത്തെ ഇനത്തിലേക്ക് വരുമ്പോൾ 1ാമത്തെ ഇനത്തിനുണ്ടാകുന്ന ഫലം 2ാമത്തേതിനുണ്ടാവില്ല, അതിനുണ്ടാകുന്നത് 3ാമത്തേതിനുണ്ടാവില്ല. അങ്ങനെ അതിന് കുറഞ്ഞു വരും. സ്വാഭാവികമായിട്ടും ബുർഹാൻ ഉപയോഗിച്ചും ജദലും ഉപയോഗിച്ചും ഒരു ഖിയാസിനെ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ 2 ബുർഹാനുകൾ ഉപയോഗിച്ച് രൂപപ്പെടുത്തിയെടുക്കുന്ന ഖിയാസിന്റെ ഫലം അതിനുണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മളൊരു ജദൽ ഉപയോഗിച്ചും അതുപോലെ തന്നെ ഫാലസി മുഗാലത്ത് ഉപയോഗിച്ചും രൂപപ്പെടുത്തുന്ന ഒരു ഖിയാസിന് 2 ജദലുകൾ ഉപയോഗിച്ച് രൂപപ്പെടുത്തുന്ന ഖിയാസിന്റെ ഫലം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെയാണ് അതിന്റെ ഒരു ഘടനയുള്ളത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.